നിർവഹിക്കും. ഞാനൊരു പ്രസംഗത്തിനായിട്ട് ഒരുങ്ങുന്നില്ല. ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയും ക്രമീകരണങ്ങളിലൂടെ വളരെ കഷ്ടപ്പെട്ട് ചെയ്ത അനേകരുണ്ട്. കോട്ടയം ഭദ്രാസനത്തിലെ വൈദികരെ, കോട്ടയം ഭദ്രാസനത്തിലെ കൗൺസിലംഗങ്ങൾ, പള്ളി പ്രതിപുരുഷന്മാരെ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഈ നേരായ വ്യക്തികൾ, അതുപോലെ തന്നെ തിരുമേനിയോട് അടുത്ത് ബന്ധപ്പെട്ട അനേകരുണ്ട്. അങ്ങനെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് ഇത്രയും ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും പോരായ്മകൾ നിങ്ങൾക്ക് നേരിടുന്നുവെങ്കിൽ നിങ്ങൾ അത് തിരുമേനിയോടുള്ള സ്നേഹാദരവത്തിൻ്റെ പേരിൽ അത് ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിദേശത്ത് നിന്നാണ് ഇവിടെ ഓർക്കിഡുകളും ഈ പുഷ്പങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അമേരിക്കയിൽ നിന്നും, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും, യൂറോപ്പിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ ഇവിടെ ഇന്ന് വിശ്വാസികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുമേനിയുള്ള വ്യക്തിബന്ധമാണ് കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും, ബന്ധപ്പെട്ട എല്ലാവർക്കുമുള്ള ഒറ്റ വാക്കിലുള്ള എൻ്റെ സ്നേഹവും ആദരവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. പരമ്പരയുടെ പരമാധ്യക്ഷനാണ് ഇപ്പോൾ കോട്ടയം ഭദ്രാസനത്തിൻ്റെ പ്രത്യേക ചുമതല കൂടി വഹിക്കുന്നത്. ഈ 40-ാം ദിവസ ചടങ്ങുകളിലേക്ക് ഏവരെയും ക്ഷണിച്ചത് പരിശുദ്ധ ഭാവാദിവസോട് തന്നെയാണ്. ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലും ഏത് ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധയോടെ ചോദിക്കുകയും മനസ്സിലാക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും അതിനനുസരിച്ച് തിരുത്തുകൾ വരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന പരിശുദ്ധ ഭാവാദിവസോട് ഇന്ന് ഈ ആരാധനയ്ക്ക് മുഖ്യ കാർമ്മികത്വം നിർവഹിച്ച് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പരിശുദ്ധ ഭാവാദിവസനോട് കോട്ടയം ഭദ്രാസനത്തിൻ്റെയും ഈ വന്നുകൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസി സമൂഹത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് സഹകാർമ്മികരായിരിക്കുന്ന അഭിമന്യ തിരുവരുമാരായ ഡോക്ടർ മാത്യൂസ് സെവേരിയോസ്, ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ്, യൂഹാനോൻ മോർ ക്രിസോസ്റ്റമോസ്, യൂഹാനോൻ മോർ പോളിക്കർപ്പോസ്, ജോഷുവ മാർ നിക്കോദിമോസ്, അഫ്രേൽ തിരുമേനി, അഭിമന്യ തിമോത്തിയോസ് തിരുമേനി, ഈ തിരുമേനിമാരോടുള്ള നന്ദി പ്രത്യേകമായി ഭദ്രാസനത്തിന് വേണ്ടി അറിയിക്കുന്നു. നന്ദിയ പ്രഭാഷന്മാർ, കോളേജ് കന്യാസ്ത്രീകൾ, വൈദിക സെമിനാരി വിദ്യാർത്ഥികൾ, ഇവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ 40-ാം ദിന അടിയന്തര ചടങ്ങിലേക്ക് കടന്നു വന്ന് കേരളത്തിൻ്റെ മുഴുവനും ആദരവ് പ്രകടിപ്പിക്കത്തക്കവണ്ണം സന്നിഹിതരായി വാക്കുകൊണ്ടും സാന്നിധ്യം കൊണ്ടും ഈ ചടങ്ങിനെ അങ്ങേയറ്റം അർത്ഥവത്താക്കിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കോട്ടയം ഭദ്രാസനത്തിന് മാത്രമല്ല മറ്റ് ഭദ്രാസനങ്ങളിൽപ്പെട്ട വിശ്വാസികളും വൈദികരും കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുമേനിയുടെ മാതൃ ഇടവകയിൽ നിന്ന് കടന്നു വന്നവരുണ്ട്, കുടുംബാംഗങ്ങളായി എത്തിച്ചേർന്നവരുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി ഒറ്റ വാക്കിൽ അറിയിക്കുകയാണ്. ഇവിടെ തിരുമേനിക്ക് ഇഷ്ടമുള്ള പുഷ്പങ്ങൾ അത് പള്ളിക്കകത്ത് മാത്രമല്ല കവളിടത്തിലുമൊക്കെയും അത് അലങ്കരിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചത് തിരുമേനിയുടെ ഒരു ആരാധകനാണ്. ആരാധകന്റെ പേര് ഇവിടെ ഇപ്പോൾ പറയുന്നില്ല. എല്ലാവർക്കും പരിചിതനായ ആ വ്യക്തിയാണ് ഈ കാര്യത്തിന് വേണ്ടിയുള്ള സ്പോൺസർഷിപ്പ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പുസ്തകം പ്രകാശിപ്പിക്കുവാൻ തക്കോളം പ്രവർത്തിച്ചവർ, ഇൻവിറ്റേഷൻ്റെ കാര്യം മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാരും മെമ്പർമാരുമായി പ്രവർത്തിച്ചിട്ടുള്ളവർ, അതോടൊപ്പം ഇവരോടൊപ്പം കൈയും മറന്ന് പ്രവർത്തിച്ച ബസിലിക്കൽ അംഗങ്ങളും അന്തേവാസികളും, ഇവരെല്ലാവരോടുമുള്ള നന്ദി ഒറ്റ വാക്കിൽ അറിയിക്കുകയാണ്. ഇനി നടക്കുന്ന കാര്യങ്ങളും കൂടി
പള്ളിമുറ്റത്തേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ കൊണ്ടുപോയപ്പോൾ കിട്ടിക്കാണാം. ആരാധനയുടെ സന്ദർഭത്തിൽ എത്ര പേര് വായിച്ചു എന്ന് എനിക്കറിയാൻ പറ്റും. ഉള്ള നിർദ്ദേശങ്ങളായിരുന്നു അതിനകത്തുള്ളത്. വായിക്കാത്തവരും ഉണ്ട് എന്നുള്ളതുകൊണ്ട്, കാരണം കെട്ടിയപ്പോൾ മുടക്കി പോകത്തിടുന്നവരെ ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് നിർദ്ദേശങ്ങൾ ഒന്ന് വളരെ ഹ്രസ്വമായിട്ട് പറയുകയാണ്. ഇനിയും നടക്കുന്നത് കബറിലെ ധൂപ്രാർത്ഥനയാണ്. ധൂപ്രാർത്ഥനയ്ക്ക് ശേഷം പിതാക്കന്മാര് പള്ളിക്കകത്ത് 4 ലൈനിൽ നിന്ന് കൈമുട്ടിക്കുന്നതാണ്. ആ സമയത്ത് ഉണ്ടാകുന്ന മറ്റൊരു കാര്യം, അവിടെ 12 കൗണ്ടറുകളിലായിട്ട് നേർച്ച സദ്യ വിളമ്പി തുടങ്ങും. ആ നേർച്ച സദ്യ വിളമ്പുവാനായിട്ട് ഓരോ കൗണ്ടറിലും വോളണ്ടിയേഴ്സ് ഉണ്ട്. ബുഫേ സിസ്റ്റത്തിനാണ് വിളമ്പുന്നത്. വെജിറ്റേറിയൻ ഭക്ഷണമാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പായസം കിട്ടുന്നത്. അതിൽ 2 സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് വേസ്റ്റൊക്കെ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകിട്ട് ചെന്ന് പായസം വാങ്ങിച്ച് കുടിക്കാവുന്നതാണ്. എല്ലാവർക്കും സമൃദ്ധിയായി നൽകുവാൻ തക്കവണ്ണം ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 11 മണിയാകുന്നതേ ഉള്ളൂ. എങ്കിലും ഒരു കാര്യം ഓർമ്മിക്കട്ടെ, തിക്കും തിരക്കും ഉണ്ടാക്കാതെ ലൈനായിട്ട് ചെന്ന് ഈ നേർച്ചസദ്യയെ സംബന്ധിക്കണം. കാരണം യോഹന്നാൻ തിരുമേനി തന്റെ ജീവിതത്തിലൂടെയും ഉപദേശങ്ങളിലൂടെയും നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് അച്ചടക്കമാണ്. ആ അച്ചടക്കം ഈ നേർച്ചസദ്യയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഉണ്ടാകണം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നെയ്യപ്പവും പഴവും നേർച്ചയായി ലഭിക്കുന്നതാണ്. അത് വാങ്ങിച്ചു കൊണ്ടുപോയി കൗണ്ടറുകളിൽ ചെന്ന് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോകണം. ഈ പള്ളിയുടെ പടിഞ്ഞാറ് വശത്തും ഉള്ള സൺഡേ സ്കൂൾ കെട്ടിടത്തിന്റെ ഭാഗത്ത് 6 കൗണ്ടറുകളുണ്ട്. അതുപോലെ തന്നെ തെക്കുവശത്തുമാരി വീണ്ടും മറ്റ് 6 കൗണ്ടറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ 12 കൗണ്ടറുകളിലേക്ക് പോകണം. ഒരേ സ്ഥലത്തേക്ക് എല്ലാവരും കൂടെ പോകാതെ ഒന്ന് ഡിസ്പേഴ്സ് ചെയ്ത് പോകാൻ സാധിച്ചാൽ വളരെ ഭംഗിയായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കണ്ട് എങ്ങോട്ട് കുറവ് എന്ന് മനസ്സിലാക്കി അവിടേക്ക് കടന്നു പോകാനായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. എല്ലാ കൗണ്ടറുകളിലും ആവശ്യമായ എല്ലാ സാധനങ്ങളും എത്തിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി വരെ വരുന്നവർക്കൊക്കെ നേർച്ചസദ്യ നൽകുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് വാകത്താനം നിവാസികളോട് ഉള്ള ഒരു അഭ്യർത്ഥനയാണ്. മറ്റുള്ളവർക്കാണ് കുറേയേറെ ദൂരത്തിലേക്ക് കടന്നു പോകേണ്ടത്. അതുകൊണ്ട് ആദ്യം വാകത്താനത്തിന് വെളിയിലുള്ളവർക്ക് നേർച്ചസദ്യ വാങ്ങിച്ചു പോകാനുള്ള ഒരു സൗമനസ്യം നിങ്ങൾ കാണിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ കുർബാനയ്ക്ക് വരാത്തവരായി വീട്ടിലുള്ളവരോടും ഈ 2 മണിക്ക് മുമ്പ് ഇവിടെ എത്തി നേർച്ചസദ്യയെ സംബന്ധിക്കണം എന്ന് നിങ്ങൾ അറിയിക്കണം. നേരത്തെ നിങ്ങൾ ചെന്നാൽ വീട്ടിൽ നിന്ന് അവരെ പറഞ്ഞു വിടാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോർജ് തോമസച്ചൻ വരച്ച ഒരു ചിത്രം കൊണ്ട് ആരാശനം. ബഹുമാനപ്പെട്ട വൈദികരുടെ ഭക്ഷണം സൺഡേ സ്കൂൾ കെട്ടിടത്തിനടുത്താണ് എന്നുള്ള കാര്യമായിരിക്കും. പടിഞ്ഞ വയസ്സുള്ള സൺഡേ സ്കൂൾ കെട്ടിടം. ബഹുമാനപ്പെട്ട ജോർജ് തോമസച്ചനാണ് അഭിനന്ദ തിരുമേനിയുടെ ഈ ചിത്രം ഇവിടെ വരച്ചിട്ടുള്ളത്. തിരുമേനിയുടെ ആരാധകനാണ്, ശിഷ്യനാണ്. ജോർജ് തോമസച്ചനും ഞാനും ഒരേ ബെഞ്ചിലിരുന്ന് ബഹുമാനപ്പെട്ട ഏകഗുരുനാഥൻ ഞങ്ങളൊക്കെ ഒരേ ബെഞ്ചിലിരുന്ന് വൈദിക സെമിനാരി പരിശീലനം നേടിയവരാണ്. ബഹുമാനപ്പെട്ട ജോർജ് തോമസച്ചനെ ഒരു കലാപരമായുള്ള കഴിവ് ജന്മവാസിനിയായിട്ട് തന്നെ ഉണ്ട്. ആ കാലത്ത് പോലും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് കയ്യിൽ കിട്ടുന്ന മെഴുകുകൊണ്ടൊക്കെ ഏതെങ്കിലും രൂപം അദ്ദേഹം കൊത്തിയെടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ പോയി അദ്ദേഹം ഈ ചിത്രകല പഠിച്ചു. ഈ അനേക ചിത്രങ്ങളിലൂടെ വരച്ചു വെച്ചിട്ടുള്ളതിൻ്റെ പുറകിലുള്ള ഡോക്ടറാണ്. അച്ഛൻ കൂടുതലായി ഈ കലയിൽ അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. തിരുമേനിയുടെ ആരാധകനായിട്ട് തന്നെയാണ് ഇപ്പോഴും അച്ഛൻ നിൽക്കുന്നത്. തിരുമേനിയുടെ പ്രാർത്ഥനയും
അനുഗ്രഹവും അച്ഛനും അച്ഛൻ്റെ കുടുംബത്തിനും ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് പഴയ സംഘടനയിൽ വെച്ച് അച്ഛനും ഈവാനും സിനിമയും ഒരുമിച്ചാണ് ആളുകൾ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ബഹുമാനമുള്ള ജോസഫിന്റെ കാര്യത്തിലുള്ള കഴിവിനെ ദൈവം കൂടുതൽ കൂടുതൽ സമൃദ്ധിയായി അത് വളർത്തി വലുതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ അഭ്യർത്ഥിയുടെ ഈ ചിത്രം അനാച്ഛാദനം ചെയ്യുന്നു. പരിശുദ്ധായ സിനിമയുടെ ഛായാചിത്രം രചിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതിലും സന്തോഷം സ്നേഹം അറിയിക്കുന്നു. ഇവരുടെ സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം പലവട്ടം ഫോട്ടോകൾ കാണിച്ച് തിരുവേണ്ടി ഇത് മതി, പക്ഷെ ചെറുത് മതി എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ വരച്ചപ്പോൾ ഞാൻ പറഞ്ഞു വരച്ച് തരുന്ന ആളുകളുടെ സന്തോഷമനുസരിച്ച് ഞാനത് ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങനെ തിരുവനന്തപുരം സന്ദർശിക്കുമെന്നുണ്ടെങ്കിൽ പക്ഷേ തിരുവനന്തപുരം ഏറ്റവും ഇഷ്ടമുള്ള ഈ ചിത്രം വരയ്ക്കുവാനും ഈ അനാവരണം ചെയ്യുവാനും തിരുവനന്തപുരത്തുകൊണ്ട് തിരുവനന്തപുരത്തിലുള്ള സന്തോഷം അറിയിക്കുന്നു. കൂടുതൽ സിനിമയായിരുന്നു തിരുവേനിയായ കൂടുതൽ സിനിമയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും 1973 ഡിസംബർ 22-ാം തീയതി പഴയ സെമിനാരിൽ വെച്ച് വൈദിക പദവി തന്നത്.